ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. 10ാം ലെവലിൽ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷമാണോ എന്ന് ചോദിക്കുന്നില്ല, ഞാൻ ചോദിക്കുന്നത് അപ്രസക്തമാണ്. എങ്കിലും സന്തോഷമായിരിക്കുവാനുള്ള ഒരു ശ്രമം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏത് കാലഘട്ടത്തിലും ഏത് കാലാവസ്ഥയിലും ഏത് പ്രതിസന്ധികളിലും അതിനെ അതിജീവിക്കുവാൻ തക്കവിധം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള നല്ല സമയമാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ. അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്താവുന്ന എല്ലാ മാറ്റങ്ങളും ദൈവത്തിനും നമ്മുടെ സഹോദരങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണകരമായ എല്ലാ മാറ്റങ്ങളും നമുക്ക് വരുത്താം. ജാഗ്രത വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവന്റെ വിലയുള്ള ജാഗ്രതയാണ്. ആ ജാഗ്രതയോടുകൂടി ദിവസങ്ങളിലായിരിക്കാം. നമ്മൾ 10ാം ലെവലിലെ വിദ്യാർത്ഥികളാണ്. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ വളരെ നിർണായകമായ സമയം. അത് ഏറ്റവും നന്നായി ഉപയോഗിക്കും. ഒരുപാട് സമയം നമുക്കുണ്ട്. നമ്മുടെ യാത്രയ്ക്ക് കിട്ടുന്ന ഒരുപാട് സമയം നന്നായി പഠിക്കുക. എല്ലാ വിധങ്ങളിലും എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും തീഷ്ണതയോടും പഠിക്കുക. കൂടുതൽ ഊർജ്ജസ്വലരായി ഉന്നതമായ വിജയം കൈവരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവിക സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ വിശ്വാസ പരിശീലന ഭാഗങ്ങളിലേക്ക് വരാം. 10ാം ലെവലിൽ ഈ വർഷം നമ്മൾ ക്രിസ്തീയ യുവത്വം എന്ന പാഠപുസ്തകമാണ് പഠിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ യുവത്വമാണ് നമ്മുടെ ഓരോരുത്തരുടെയും യുവത്വത്തിന്റെ പ്രചോദനവും പ്രോത്സാഹനവും ഊർജവും ആർജവും. ഈ പാഠപുസ്തകം പഠിക്കുന്നത് നമുക്കറിയാം ക്രിസ്തുവിന്റെ രാജകീയ പ്രവാചക പുരോഹിത ധർമ്മങ്ങളെ കുറിച്ചും അതിൽ നമ്മൾ എപ്രകാരം ഏതൊക്കെ വിധത്തിലാണ് നമ്മൾ പങ്കാളികളാകുന്നതുമെന്നും ഈ ഒരു വർഷം കൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ ആദ്യത്തെ 4 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മുടെ ടീച്ചറും നമ്മുടെ പ്രിയ ടീച്ചറും നമ്മളെ നന്നായി അത് പഠിപ്പിച്ചു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ 4 ക്ലാസ്സിന്റെയും വീഡിയോകളുണ്ട്. ഇടയ്ക്കൊക്കെ അതെടുത്ത് കാണണം. നല്ല ടീച്ചർ നല്ല കൃത്യമായും ഭംഗിയായും ലളിതമായും അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 1ാമത്തെ പാഠത്തിൽ ഞാൻ പഠിച്ചത് ക്രിസ്തുവിൽ വിരിയുന്ന യുവത്വത്തെ കുറിച്ചാണ്. ക്രിസ്തുവിൽ എപ്രകാരമാണ് ഒരു യുവത്വം ഇതൾ വിരിയുന്നതെന്ന് ആ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. അത് പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ക്രിസ്തു ഒരു യൗവനകാലത്ത് അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന കുറെ കാര്യങ്ങൾ. ക്രിസ്തു എപ്രകാരമാണ് പ്രലോഭനങ്ങൾ അതിജീവിച്ചത്, ക്രിസ്തുവിന്റെ ആദർശം എന്തായിരുന്നു, ക്രിസ്തുവിന്റെ സാമൂഹിക പ്രതിബദ്ധത എന്തായിരുന്നു, ക്രിസ്തുവിന്റെ സ്വയം ശൂന്യവത്കരണം എന്തായിരുന്നു, ക്രിസ്തുവിന്റെ പ്രാർത്ഥന ജീവിതം എന്തായിരുന്നു. ഇതിലൂടെ ഇതിൽ വിരിയുന്ന ക്രിസ്തീയ യുവത്വം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണെന്ന് 1ാമത്തെ പാഠം നമ്മെ പഠിപ്പിച്ചു. 2ാമത്തെ പാഠം യുവജനങ്ങളും വ്യക്തിത്വം എന്ന പാഠത്തെ കുറിച്ചാണ്. വ്യക്തിത്വ വികാസത്തിന്റെ വിവിധ തലങ്ങളും ശാസ്ത്രീയമായ മാനങ്ങളിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചറിയുന്നു ക്രിസ്തുവാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ മഹനീയമായ മാതൃക. ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്കാണ് നമ്മൾ രൂപീകരണം നടത്തേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. 3ാമത്തെ പാഠം യുവജനങ്ങളും പ്രവാചക നേതൃത്വവുമാണ്. ഒരു നേതൃത്വത്തിലേക്കാണ് നമ്മൾ നയിക്കപ്പെടുന്നത്. ആ നയിക്കുന്ന നേതൃത്വം ഒരു പ്രവാചകന്റെ ശബ്ദം ഉണ്ടാവണം, ഒരു പ്രവാചകന്റെ ദീർഘവീക്ഷണം ഉണ്ടാവണം, ഒരു പ്രവാചകന്റെ വാക്ചാതുര്യം ഉണ്ടാവണം, ഒരു പ്രവാചകന്റെ ദൈവിക അനുഭവം ഉണ്ടാവണം. അത് മുടിച്ചൂടി നിൽക്കുന്നത് ക്രിസ്തുവിലാണ്. പ്രവാചക ദൗത്യത്തിന്റെ പൂർണ്ണതയിൽ ക്രിസ്തുവിൽ നയിക്കപ്പെടുന്ന ഒരു പ്രവാചക നേതൃത്വം നമ്മൾ ആർജിച്ചെടുക്കണമെന്ന് നാം പഠിച്ചു. 4ാമത്തെ പാഠത്തിൽ ലൈംഗികത, ദാനവും ഉത്തരവാദിത്വവും. നമ്മുടെ ഈ പ്രായത്തിൽ ലൈംഗികതയിൽ നമ്മൾ വളരുന്ന, ലൈംഗികത അറിയുന്ന അല്ലെങ്കിൽ അത് അറിയുവാൻ വെമ്പൽ കൊള്ളുന്ന ജിജ്ഞാസയുള്ള ഒരു കാലഘട്ടത്തിൽ എന്താണ് ലൈംഗികത എന്ന്, അതിന്റെ നന്മ എന്താണ്, അതിന്റെ തിന്മ എന്താണ്, അത് എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവം അത് ക്രമീകരിച്ചിരിക്കുന്നത്, അതൊരു ദൈവിക ദാനമാണ്. ഉത്തരവാദിത്വത്തോടുകൂടി പൂർത്തിയാക്കാനുള്ള
അഞ്ചാമത്തെ പാഠം, ഈ 4 പാഠങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അഞ്ചാമത്തെ പാഠം നമ്മൾ പഠിക്കുന്നത്. യുവജനങ്ങളും ദൈവ ആരാധനയും എന്ന അഞ്ചാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ 4 പാഠങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഈശോയുടെ രാജകീയ, പ്രവാചക, പുരോഹിത ധർമ്മങ്ങളുടെ വിവിധ വശങ്ങളാണ് ഈ 10ാം ക്ലാസ്സിലെ 12 പാഠങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതിൽ വളരെ മർമ്മപ്രധാനമായ അല്ലെങ്കിൽ ക്രൈസ്തവ ആരാധന എന്താണ്, സ്വയം പ്രേരിതമായി അറിഞ്ഞ് അനുഭവിച്ച് ആഘോഷിക്കുവാനുള്ള പ്രായമാണ് നമ്മുടെ. ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾ എന്താണ്, എന്തിനാണ്, എപ്രകാരമാണ്, എങ്ങനെയാണെന്നൊക്കെ ഒരു മിനിമം, ഒരു അടിസ്ഥാന അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ അടിസ്ഥാന അറിവാണ് ഈ 5ാമത്തെ പാഠത്തിൽ നമുക്ക് സഭ പകരുവാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് അത്ഭുതവും ജിജ്ഞാസയുമാണ്. ഈ ചെടിയുടെ ഇല പച്ച, ഇളം പച്ച, അതെങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത് എപ്രകാരം ആ ചെടി വളരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അതുപോലെ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളുടെയും പിന്നിൽ ഒരു അത്ഭുതകരമായ ജിജ്ഞാസയുണ്ട് മനുഷ്യൻ. പ്രാചീന കാലം മുതൽ ഈ പ്രകൃതിക്കപ്പുറമുള്ള ഒരു അദൃശ്യ ശക്തിയെ കുറിച്ചുള്ള ഒരു അവബോധത്തിൽ നിന്നാണ് ആരാധനയുടെ ആരംഭം. ആ അദൃശ്യ ശക്തിയെ മനുഷ്യൻ ആദരിക്കുവാൻ തുടങ്ങി, സാവധാനം ആരാധിക്കുവാൻ തുടങ്ങി. ആ അദൃശ്യ ശക്തിയെ പ്രീതിപ്പെടുത്തുവാൻ തുടങ്ങി, അതിനെ പ്രീണിപ്പിക്കുവാൻ തുടങ്ങി, അതിനെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി, അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ തുടങ്ങി. അതാണ് ആരാധനയുടെ ആരംഭം. ആ അദൃശ്യ ശക്തിയാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നത്. ആ അദൃശ്യ ശക്തിയുടെ കൃപയാണ് നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതും ആയിരിക്കും. നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ തൊട്ട് പരിശോധിച്ചാൽ ഇത് നീണ്ട പ്രാചീന കാലത്തിന്റെ സാവധാനം വളർച്ചയെത്തി ആരാധനയുടെ ഒരു വലിയ ജനവിഭാഗമായി ഇസ്രായേൽ ജനം മാറി. ആരാധനയുടെ മർമ്മപ്രധാനമായ കാര്യം ബലിയർപ്പണമായി. ആ ബലിയർപ്പണത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സാമൂഹിക ജീവിതവും ഒരു വ്യവസ്ഥയും രൂപപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് പഴയ നിയമ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഒരു ആരാധനയുടെ സ്വഭാവം, ഒരു ആത്മീയതയുടെ അന്തരീക്ഷം സാവധാനം എല്ലാ മനുഷ്യരിലേക്കും വളർന്നു. അത് പല മതങ്ങളിലായി ആ ആരാധന വ്യവസ്ഥകൾക്കനുസരിച്ചുള്ള മതങ്ങളും സംവിധാനങ്ങളും പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. അതൊരു നീണ്ട ചരിത്രത്തിന്റെ സാവധാനമുള്ള പരിവർത്തനം. അതാണ് നമ്മുടെ പാഠത്തിന്റെ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ക്രൈസ്തവ ആരാധനയെ കുറിച്ച് ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും. എന്താണ് ക്രൈസ്തവ ആരാധന? ആദിപാപം മൂലം വലിയ നാശത്തിൽ നിബന്ധിച്ച മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ, രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയുമാണ് രക്ഷ കൈവരിച്ചത്. ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ തിരുസഭ തന്റെ ആരാധന ക്രമങ്ങൾ വഴി ഈശോയുടെ ഈ പെസഹ രഹസ്യങ്ങളായ പീഡാസഹനവും മരണവും ഉദ്ധാനവും ആഘോഷിക്കുകയും അനുഭവിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതാണ് ക്രൈസ്തവ ആരാധന. ഇപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, പെസഹ രഹസ്യങ്ങൾ എന്താണ്? യേശുവിന്റെ പെസഹ രഹസ്യങ്ങളാണ് അവിടുത്തെ പീഡാസഹനം, മരണം, ഉദ്ധാനം. ഇതാണ് പാസ്കൽ മിസ്റ്ററീസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ സേവിയർ. മറന്നുപോകരുത്. പെസഹ രഹസ്യങ്ങൾ, പീഡാസഹനം, മരണം, ഉദ്ധാനം.
നാശത്തിൽ നിപതിച്ച മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയുമാണ് അവിടെ നിന്ന് വീണ്ടെടുത്തത്. തിരുസഭ, അവിടുത്തെ ഭൗതിക ശരീരമായ തിരുസഭ, ഈ ആരാധനക്രമങ്ങളിലൂടെ ഈശോയുടെ ഈ പീഡാസഹനവും മരണവും ഉദ്ധാനവും ആഘോഷിക്കുകയും അനുഭവിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും. ആരാധനക്രമങ്ങളിലൂടെ തിരുസഭ ഈശോയുടെ പീഡാസഹനങ്ങളായ രഹസ്യങ്ങളായ പീഡാസഹനവും മരണവും ഉദ്ധാനവും ആഘോഷിക്കുകയും അനുഭവിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതാണ് തിരുസഭയുടെ ആരാധന ക്രമം. ഈ ശുശ്രൂഷയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആരാധന ക്രമത്തിൽ നിന്ന് അതിൽ പങ്കെടുക്കുന്നവർക്ക് നിത്യജീവനാണ് ലഭിക്കുന്നത്. ഒപ്പം ക്രിസ്തുവിന് അവർ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. ഈ സഭയുടെ ആരാധനക്രമത്തിൽ പങ്കെടുക്കുന്ന വിശ്വാസികളെ അല്ലെങ്കിൽ ജനത്തിന് നിത്യജീവൻ ലഭിക്കും. 2, അവർ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. ഈ സഭയുടെ ഈ ആരാധനക്രമം പരിശുദ്ധ ത്രിത്വത്തിന്റെ പങ്കാളിത്തത്തോടുകൂടിയാണ് നടക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രവൃത്തിയിലാണ് സഭയുടെ ആരാധനക്രമം നിർവഹിക്കപ്പെടുന്നത്. പിതാവായ ദൈവമാണ് ആരാധനക്രമത്തിന്റെ ലക്ഷ്യവും ഉറവിടവും. പിതാവായ ദൈവമാണ് ആരാധനക്രമത്തിന്റെ ലക്ഷ്യവും ഉറവിടവും. പുത്രനായ ദൈവത്തിലൂടെയാണ് ആരാധനക്രമം നിർവഹിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവായ ദൈവമാണ് ആ ആരാധനക്രമം തന്റെ അഭിഷേകത്താൽ പൂർത്തിയാക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തിന്റെ ദൈവികമായ പ്രവൃത്തിയാണ് ആരാധനക്രമം. പിതാവായ ദൈവമാണ് ആരാധനക്രമത്തിന്റെ ലക്ഷ്യവും ഉറവിടവും. പുത്രനായ ദൈവത്തിലൂടെയാണ് ആരാധനക്രമം നിർവഹിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവായ ദൈവത്തിലൂടെയാണ് അത് യഥാവിധി പൂർത്തിയാക്കപ്പെടുന്നത്. അടുത്തതായിട്ട് ആരാധനക്രമം എന്ന ആ വാക്കിനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ ആരാധനക്രമം എന്ന് പറയും. അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ലിറ്റർജി എന്നത്. ലിറ്റർജി എന്ന ഇംഗ്ലീഷ് വാക്ക് ഗ്രീക്ക് ഭാഷയിലെ ലെത്തൂർഗിയ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. ലെത്തൂർഗിയ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം പൊതുവായ പ്രവൃത്തി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പൊതുവായ ശുശ്രൂഷ എന്നൊക്കെയാണ്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിന്റെ പങ്കാളിത്തം എന്ന അർത്ഥത്തിലാണ് തിരുസഭ ഈ ലിറ്റർജി അല്ലെങ്കിൽ ലെത്തൂർഗിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ലൈറ്റൂർഗിയ എന്ന ഈ ഗ്രീക്ക് വാക്കിൽ നിന്ന് ഇംഗ്ലീഷിലെ ലിറ്റർജിയും മലയാളത്തിലെ ആരാധനക്രമവും വന്നു. അത് സഭ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിന്റെ പങ്കാളിത്തം എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ലിറ്റർജി അല്ലെങ്കിൽ ആരാധനക്രമം ഒരു സ്വകാര്യമായ പ്രവൃത്തിയല്ല എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. ആരാധനക്രമങ്ങൾ ഒരിക്കലും സ്വകാര്യമായ കർമ്മങ്ങളല്ല. സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ കൂദാശയായ സഭയിൽ, ക്രിസ്തുവിന്റെ കൂദാശയായ സഭയിൽ മെത്രാന്മാരുടെ അധികാരത്തിൽ ഒന്നിപ്പിക്കപ്പെടുകയും ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവജനത്തിന്റെ ആഘോഷങ്ങളാണ് ആരാധനക്രമം. ക്രിസ്തുവിന്റെ കൂദാശയായ സഭയിൽ മെത്രാന്മാരാൽ ഒന്നിപ്പിക്കപ്പെടുകയും ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവജനത്തിന്റെ ആഘോഷങ്ങളാണ് തിരുസഭയിൽ ആരാധനാക്രമം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്നതുകൊണ്ട് തന്നെ സഭയുടെ പ്രവൃത്തിയാണ്. ക്രിസ്തു സഭയിലൂടെ സഭയിൽ ആ രക്ഷാകര ദൗത്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആരാധനാക്രമത്തിലൂടെ സഭ വിശ്വസിക്കുന്നതും ഏറ്റുപറയുന്നു. ക്രിസ്തു സഭയിലൂടെ സഭയോടൊത്ത് തന്റെ മനുഷ്യകുലത്തിന്റെ രക്ഷാകരണം ഇന്നും അഭംഗുരം നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആരാധനക്രമ ആഘോഷങ്ങളിലൂടെ സഭ
നിങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് അല്പം കൂടി വിശദമായി എന്താണ് അടയാളം, എന്താണ് പ്രതീകം, എന്താണ് ഇതിന്റെ എല്ലാം അർത്ഥങ്ങൾ എന്ന് പഠിക്കും. അടുത്തതായിട്ട് നമ്മൾക്ക് പഠിക്കുവാനുള്ളത് സഭയുടെ ആരാധനക്രമത്തിലെ കാലങ്ങളെ കുറിച്ചാണ്. തിരുസഭയുടെ ആരാധനക്രമ വത്സരം, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആരാധനക്രമ വത്സരം ആരംഭിക്കുന്നത് ആഗമന കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയോടുകൂടി, നവംബർ മാസം 30-നോടടുത്തുള്ള ഞായറാഴ്ചയോ അതിനുശേഷം വരുന്ന ഞായറാഴ്ചയോ ആണ് ആരംഭിക്കുന്നത്. ആരാധനക്രമത്തിലെ ആദ്യ ദിനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആരാധനക്രമ മത്സരം ആരംഭിക്കുന്നത് ആഗമന കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിലാണ്. ഒന്നാമത്തെ ആഗമന കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ച തുടങ്ങി അതൊരു വർഷം പൂർത്തീകരിച്ച് അത് അവസാനിക്കുന്നത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ പ്രതിധ്വനിപ്പിക്കുന്ന ക്രിസ്തുരാജന്റെ തിരുനാൾ ദിവസ ഞായറാഴ്ചയാണ്. ആഗമനകാലത്തിന്റെ തലേ ഞായറാഴ്ചയാണ് അത് അവസാനിക്കുന്നത്. ആഗമനകാലം ക്രിസ്തുവിന്റെ ഒന്നാം വരവായ തിരുപ്പിറവിയെ സൂചിപ്പിക്കുന്ന ആഗമനകാലത്തിലെ ആദ്യ ഞായറാഴ്ചയും ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ പ്രതിധ്വനിപ്പിക്കുന്ന ക്രിസ്തുരാജന്റെ തിരുനാളിന്റെ ഞായറാഴ്ച അവസാനത്തെ ഞായറാഴ്ചയുമാകുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ആരാധനക്രമത്തിലെ ദിവസങ്ങളാണ് ആരാധനക്രമ ദിവസങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങൾക്കും ഇടയിലാണ് ഈ രക്ഷാകരമായ രഹസ്യങ്ങൾ തിരുസഭ ആഘോഷിക്കുന്നത്. 6 കാലഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന് ആഗമനകാലം. ഞാൻ സൂചിപ്പിച്ചതുപോലെ യേശുവിന്റെ ഒന്നാമത്തെ വരവിന്റെ സൂചനയായ തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾക്കൊരുക്കമായ ഒന്നാമത്തെ ഞായറാഴ്ച, ആഗമനകാലം ആരംഭിക്കുന്നത് മുതൽ ഡിസംബർ 24-ാം തീയതി വരെയുള്ള ദിവസങ്ങളാണ് ആഗമനകാലത്തിന്റെ ഒരുക്കത്തിന്. തിരുപ്പിറവിക്കാലം യേശുവിന്റെ ജനനം മുതൽ അവിടുത്തെ ജ്ഞാനസ്നാനം വരെയുള്ള ദിവസങ്ങളാണ് തിരുപ്പിറവിക്കാലം എന്ന് പറയുന്നത്. യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ ജനനം മുതൽ ജ്ഞാനസ്നാനം വരെയുള്ള കാലമാണ് ഈ തിരുപ്പിറവിക്കാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. മൂന്നാമത്തേത് നോമ്പുകാലമാണ്. വിഭൂതി ബുധനാഴ്ച മുതൽ പെസഹ വ്യാഴാഴ്ച തിരുവത്താഴ തിരുക്കർമ്മം വരെയാണ് നോമ്പുകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. വിഭൂതി ബുധനാഴ്ച മുതൽ പെസഹ വ്യാഴാഴ്ചത്തെ ഈ തിരുവത്താഴ പൂജ തുടങ്ങുന്ന സമയം വരെയാണ് നോമ്പുകാലം. പെസഹ തൃതീയ, ഈ ആരാധനക്രമ മത്സരത്തില് ഏറ്റവും മർമ്മപ്രധാനമായ നിർണായകമായ 3 ദിവസങ്ങൾ പെസഹ വേഴം, ദുഃഖവെള്ളി, ഉയർപ്പ് ഞായർ 3 ദിവസങ്ങളാണ്. അതാണ് അതിലെ പെസഹ തൃദിനം എന്ന് പറയുന്നത്. ആ 3 ദിവസങ്ങളിലാണ് ഈ പെസഹ രഹസ്യങ്ങളായ പീഡാസഹനം, മരണം, ഉദ്ധാനം സഭ ആഘോഷിക്കുന്നത്. അപ്പോൾ പെസഹ വ്യാഴാഴ്ച തിരുവത്താഴ പൂജ മുതൽ ഉയർപ്പ് ഞായറാഴ്ച വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥന വരെയാണ് പെസഹ തൃദിനം. പെസഹ കാലം എന്ന് പറയുന്നത് ഉയർപ്പ് ഞായറാഴ്ച മുതൽ യേശുവിന്റെ ഉയർപ്പ് ഞായറാഴ്ച മുതൽ പെന്തക്കോസ്ത ഞായറാഴ്ച വരെ 50-ാം തിരുനാൾ വരെയുള്ള ദിവസങ്ങളാണ് പെസഹ കാലം. ഈ കാലഘട്ടത്തിനിടയിൽ ആണ്ടുവട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 33-34 ഞായറാഴ്ച ആഴ്ചകളുണ്ട്. ക്രിസ്തുവിന്റെ രഹസ്യം, രക്ഷാരഹസ്യം പൊതുവായി ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഈ ആണ്ടുവട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. സഭയിലെ മറ്റ് വിശുദ്ധരുടെ തിരുനാളുകൾ, സഭയുടെ വളർച്ചയുടെയും പെസഹ ദിനത്തിന്റെയും ക്രിസ്മസിന്റെ നോൻപെല്ലാം കഴിഞ്ഞുള്ള ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ് ഈ ആണ്ടുവട്ടത്തിലെ ദിവസങ്ങൾ സൂചിപ്പിക്കുന്നത്. 2 കാലഘട്ടമായിട്ടാണ് ഈ ആണ്ടുവട്ടം സഭയിൽ ആചരിക്കുന്നത്. ആദ്യത്തെ കാലഘട്ടം തിരുപ്പിറവിക്കാലം കഴിഞ്ഞ് യേശുവിന്റെ ഈ പൂജരാജാക്കന്മാരുടെ തിരുനാൾ അല്ലെങ്കിൽ ധനഹ തിരുനാൾ, പ്രത്യക്ഷീകരണ തിരുനാൾ ജനുവരി 6-ാം തീയതിയാണ്. അതിനുശേഷം വരുന്ന ഞായറാഴ്ചയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിനുശേഷം വരുന്ന തിങ്കൾ മുതൽ
പ്രത്യക്ഷീകരണ തിരുനാൾ ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന തിങ്കൾ മുതൽ വിഭൂതി മുതൽ തലേ ദിവസം വരെ ചൊവ്വാഴ്ച വരെയുള്ള ദിവസങ്ങളാണ് ആണ്ടുവട്ടത്തിലെ ആദ്യ ദിവസവും ആദ്യ കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം പെസഹ കഴിഞ്ഞു കർത്താവിന്റെ പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതൽ ആഗമനകാലത്തിൽ തുടങ്ങുന്ന ഞായറാഴ്ച തലേ ദിവസം ശനിയാഴ്ച വരെയുള്ള കാലഘട്ടമാണ് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ സമയം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 34 ഞായറാഴ്ചയോ 33 ഞായറാഴ്ചയോ അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സഭയുടെ ആരാധനക്രമം ആഗമനകാലം 1-ാം ഞായറാഴ്ച മുതൽ ക്രിസ്തുരാജന്റെ തിരുനാൾ വരെയുള്ള ഒരു വർഷമാണ് ആരാധനക്രമ മത്സരം. ആ ഒരു വർഷത്തെ 6 ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആഗമനകാലം, തിരുപ്പിറവിക്കാലം, നോമ്പുകാലം, പെസഹാകാലം, പെസഹാ ദിനം, ആണ്ടുവട്ടം. ഈ 6 കാലഘട്ടത്തിലൂടെയാണ് ഒരു വർഷത്തെ ആരാധനക്രമ മത്സരം സഭയിൽ ആഘോഷിക്കുന്നത്. ഇവിടെ അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ആരാധനക്രമ മത്സരത്തിൽ ആരാധനക്രമ ആഘോഷങ്ങളിൽ വിവിധ നിറത്തിലുള്ള തിരുവസ്ത്രങ്ങളാണ് സഭ ഉപയോഗിക്കുന്നത്. പ്രധാനമായും 5 നിറമാണ് ഉപയോഗിക്കുന്നത്: വെള്ള, ചുവപ്പ്, പച്ച, വയലറ്റ്, റോസ്. വെള്ള നിറം പരിശുദ്ധിയുടെ നിറമാണ്. പ്രധാനപ്പെട്ട തിരുനാളുകളിലെല്ലാം ഞായർ, ക്രിസ്മസ്, പ്രധാന തിരുനാളുകൾ വെള്ളയോ സ്വർണ്ണ നിറമോ അല്ലെങ്കിൽ ഏത് നിറത്തിലുള്ള തിരുവസ്ത്രങ്ങൾ, ആ ഒരു ആഘോഷത്തിന്റെ നിറങ്ങളിലുള്ള തിരുവസ്ത്രങ്ങൾ വെള്ള വസ്ത്രമായി ഈ പ്രധാന തിരുനാൾ ഉപയോഗിക്കുന്നു. രണ്ടാമത് ചുവപ്പാണ്, രക്തത്തിന്റെ നിറമാണ് അല്ലെങ്കിൽ രക്തസാക്ഷിയുടെ നിറമാണ്. പ്രധാനമായും ദുഃഖവെള്ളിയാഴ്ച, രക്തസാക്ഷിയുടെ തിരുനാൾ, ഓശാന ഞായറാഴ്ച, അങ്ങനെ പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കും. ആണ്ടുവട്ടത്തിലെ ദിവസം ഞാൻ പറഞ്ഞു, ആണ്ടുവട്ടം 2 തിരിച്ച 2 കാലഘട്ടങ്ങളിലാണ്. സഭയുടെ വളർച്ചയുടെ ലക്ഷണത്തിന്റെ സമയമാണ് ഈ ക്രിസ്മസ് നോമ്പ് കഴിയുമ്പോഴും പെസഹ നോമ്പ് കഴിയുമ്പോഴും സഭ വളരുന്നത് ലക്ഷ്യം അതിന്റെ പച്ച നിറം സൂചിപ്പിക്കുന്നത് കൊണ്ട് ആണ്ടുവട്ടത്തിലെ ഞായറാഴ്ചകളിൽ ഇപ്പോൾ സഭ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് പച്ച നിറത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്നു. പിന്നെ നോമ്പ് കാലത്ത് സഭ ഒരുക്കത്തിന്റെയും ക്രമീകരണത്തിന്റെയും അല്ലെങ്കിൽ അനുതാപത്തിന്റെയും നോമ്പ് കാലങ്ങളിലും മൃതസംസ്കാര ശുശ്രൂഷകളിലും വയലറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. വർഷത്തിൽ 2 ഞായറാഴ്ച മാത്രം സഭ റോസ് നിറത്തിലുള്ള വസ്ത്രമാണ് ഉപയോഗിക്കുന്നത്. ആ ആഗമന കാലത്തിലെ 3-ാം ഞായറാഴ്ചയും നോമ്പ് കാലത്തിലെ 4-ാം ഞായറാഴ്ചയും റോസ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കും. തീർച്ചയായും ആ ദിവസങ്ങളിൽ നമ്മുടെ ദേവാലയത്തിൽ അച്ഛമ്മ ആ കാര്യം ഓർമ്മിപ്പിക്കും. ആഗമന കാലത്തിലെ 3-ാം ഞായറാഴ്ചയും നോമ്പ് കാലത്തിലെ 4-ാം ഞായറാഴ്ചയും റോസ് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഈ ആരാധനക്രമത്തിലെ നിറങ്ങളുടെ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പള്ളികളിൽ നമ്മുടെ വൈദികരും നമ്മുടെ മെത്രാന്മാരും ഒക്കെ പരിശുദ്ധ പിതാവും ഒക്കെ തിരുവസ്ത്രം ഓരോ നിറത്തിലും ഉപയോഗിക്കുമ്പോൾ അത് അവരുടെ ഇഷ്ടത്തിനെടുത്ത് ഉപയോഗിക്കുന്ന നിറമല്ല. ആ ദിവസത്തിന്റെയും ആ കാലത്തിന്റെയും പ്രത്യേകത അനുസരിച്ചാണ് ഓരോ ദിവസത്തെ തിരുക്കർമ്മങ്ങൾക്ക് അതാത് ക്രമത്തിലുള്ള നിറങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ പാഠപുസ്തകത്തിൽ 50-ാമത്തെ പേജ് മുതൽ നമ്മൾ ദേവാലയങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില പാത്രങ്ങളുടെ പേരുകളുണ്ട്. കാസ, നമുക്കറിയാം ഈശോ തിരുരക്തം സംവഹിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തെ കാസ എന്നാണ് പറയുന്നത്. നമ്മുടെ തിരുവോസ്തി സക്രാരിൽ സൂക്ഷിക്കാനും ആളുകൾക്ക് പകർന്നു കൊടുക്കാനും ഉപയോഗിക്കുന്ന പാത്രത്തെ കുസ്തോതി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ തിരുക്കർമ്മങ്ങളിൽ വലിയ ഓസ്തി സംവഹിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിന് പീലാസ എന്നാണ് പറയുന്നത്. അൾത്താരമേശയിൽ ഉപയോഗിക്കുന്ന ചതുരാകൃതിയിലുള്ള തുണിയെ കോർപ്പറൽ എന്നാണ് പറയുന്നത്. തുടക്കാൻ ഉപയോഗിക്കുന്ന കാസ തുടക്കാൻ ഉപയോഗിക്കുന്ന തുണിയെ പ്യൂരിഫിക്കേറ്റർ എന്നാണ് പറയുന്നത്. ആരാധനയ്ക്ക് ദിവ്യകാരനെ എഴുന്നള്ളിച്ചു വയ്ക്കുന്ന പാത്രത്തെ അരുളിക്ക എന്നാണ് പറയുന്നത്. വെള്ളവും വീഞ്ഞും ഉപയോഗിക്കാൻ എടുക്കുന്ന പാത്രങ്ങളെ ക്രൂവറ്റ്സ് എന്നാണ് പറയുന്നത്.
വലിയ ഓസ്തിയുടെ പുറത്ത് വയ്ക്കുന്ന തുണിയെ പാൾ എന്നാണ് പറയുന്നത്. രോഗിലേപനത്തിനും രോഗികൾക്കും ദിവ്യകാര്യം കൊടുക്കുന്ന ചെറിയ പാത്രത്തെ പിക്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആരാധനക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില പാത്രങ്ങളുടെയും സാധനങ്ങളുടെ പേരുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ദേവാലയം, നമുക്കറിയാം ഈ ആരാധനക്രമം നടക്കുന്നത് ദേവാലയത്തിനകത്താണ്. ആ ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന് ബലിപീഠമാണ്. ക്രിസ്തുവിന്റെ ആ ബലി അർപ്പിക്കപ്പെടുന്ന ആ ബലിപീഠം ആരാധനക്രമത്തിന്റെ കേന്ദ്രമാണ്. അത് കർത്താവിന്റെ ഭക്ഷണശാലയാണ്, അത് കർത്താവിന്റെ കുരിശുമരമാണ്, കർത്താവിന്റെ കല്ലറ. ഒരുപാട് അർത്ഥങ്ങളിൽ ദൈവികമായ അവരുടെ ഈ പെസഹ രഹസ്യങ്ങളുടെ പൂർത്തീകരണത്തിന്റെ സ്ഥലമാണ് ബലിപീഠം. പിന്നെ വചന ശുശ്രൂഷ നടത്തുന്ന വചനപീഠമുണ്ട്. എല്ലാ ദേവാലയങ്ങളിലും പ്രധാന സ്ഥലത്ത് വളരെ ആഘോഷമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്രൂശിത രൂപമുണ്ട്. ആ ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട രൂപം ക്രൂശിത രൂപമാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ദേവാലയത്തിനെ വലം വയ്ക്കുമ്പോൾ വണങ്ങുന്നത് ആ ക്രൂശിത രൂപത്തെ നോക്കിയാണ്. ദിവ്യകാര്യനെ സൂക്ഷിച്ചു വയ്ക്കുന്ന സക്രാനിയുണ്ട്. പ്രധാന കാർമ്മികൻ ഇരിക്കുന്ന അധ്യക്ഷ പീഠമുണ്ട്. കുമ്പസാരക്കൂടുണ്ട്. ജ്ഞാനസ്നാന നീർത്തൊട്ടിയുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ദേവാലയത്തിനകത്ത് ക്രമീകരിക്കും. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു സംവിധാനത്തെയാണ് ദേവാലയം എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. ഇവിടെ അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ആരാധനക്രമ പുസ്തകങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളെ കുറിച്ചാണ്. ഈ യേശുവിന്റെ പീഡാസകന മരണ ഉദ്ധാന രഹസ്യങ്ങളുടെ ആഘോഷപൂർവമായ ക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോമൻ മിസാൽ എന്ന ദിവ്യപൂജ ഗ്രന്ഥമാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ചില സംശയങ്ങളും ചില കാര്യങ്ങൾക്കും മറുപടികളും ഉള്ള ഒരു കാര്യമാണ് ഈ റോമൻ മിസാൾ എന്ന് പറയുന്നത്. ചില സംശയങ്ങളുണ്ട്. പൊതുവെ നമ്മുടെ എല്ലാവരുടെയും ധാരണ ഈ റോമൻ മിസാൾ എന്ന് പറഞ്ഞത് ഈ കുർബാന പുസ്തകം എന്നത് വലിയൊരു ബൈബിൾ എന്നാണ്. വലിയ പുസ്തകമാണ്. ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങിയത് 1166 പേജ് ഉള്ള പുസ്തകമാണ്. പോൾ ആറാമൻ പാപ്പയാണ് ഇത് നവീകരിച്ചത്. ഇതാണ് കുർബാന പുസ്തകം. നമ്മുടെ ഒരു വർഷത്തെ ആരാധനക്രമ മത്സരത്തിലെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. എല്ലാ ദിവസത്തെയും 365 ദിവസത്തെയും അതാത് ദിവസത്തെ പ്രത്യേകതകൾ അനുസരിച്ചാണ് ഈ ദിവ്യപൂജാ ഗ്രന്ഥം. ഈ നമ്മൾ ബൈബിളെന്ന് തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ പലരും ബൈബിളാണെന്ന് ചിന്തിക്കുന്ന ഈ വലിയ പുസ്തകം ബൈബിളല്ല. ഇത് ദിവ്യപൂജാ ഗ്രന്ഥമാണ്. കുർബാനയിലെ പ്രാർത്ഥനകളെല്ലാം അതിന്റെ ക്രമങ്ങൾ, അച്ഛന്മാർ എന്തൊക്കെ ചെയ്യണം, കൈ എങ്ങനെ വിടർത്തി പിടിക്കണം, എങ്ങനെ ചുരുക്കണം, എപ്പോൾ കുമ്പിടണം, എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം കൃത്യമായി ക്രമപ്പെടുത്തിയിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഉള്ള പുസ്തകമാണ് ഈ ദിവ്യപൂജാ ഗ്രന്ഥം. ഈ ദിവ്യപൂജാ ഗ്രന്ഥത്തിനനുസരിച്ചാണ് അച്ഛന്മാർ ഓരോ ദിവസത്തെയും ദിവ്യബലി അർപ്പിക്കുന്നത്. അടുത്തത് വചന വായന പുസ്തകങ്ങളാണ്. നമുക്ക് ഇതുപോലത്തെ 7 പുസ്തകങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ABC എന്ന 3 പ്രധാനപ്പെട്ട സൈക്കിളിലായിട്ടുള്ള പുസ്തകങ്ങൾ, പിന്നെ 1, 2, 3, 4 ഇത് 4ാമത്തെയാണ് 4 പുസ്തകങ്ങൾ. അപ്പൊ ABC ഓരോ ഞായറാഴ്ചയിലും വായിക്കേണ്ട വായനകളും സുവിശേഷങ്ങളുമാണ്. A പുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷമായിരിക്കും, B പുസ്തകത്തിൽ മാർക്കോസിന്റെ ആയിരിക്കും, C പുസ്തകത്തിൽ ലൂക്കായുടെ ആയിരിക്കും. യോഹന്നാന്റെ എല്ലായിടത്തുമായി വിടർന്ന് കിടക്കുന്നു. അത് ഓരോ വർഷമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് 2020 സൈക്കിൾ A ആണ്. മത്തായിയുടെ സുവിശേഷമാണ് നമ്മൾ ഞായറാഴ്ചയിൽ വായിക്കുന്നത്. B അടുത്ത വർഷം മാർക്കോസിന്റെ സുവിശേഷം, പിന്നെ C ലൂക്കായുടെ സുവിശേഷം. ഇതിനിടയിൽ യോഹന്നാന്റെ സുവിശേഷങ്ങൾ പല പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വരും. ഇതുപോലെ 4 പുസ്തകം, അത് ABC 3 പുസ്തകം, 1, 2, 3, 4 പുസ്തകങ്ങളിലായി 2 വർഷം കൊണ്ട് രക്ഷാകര ചരിത്രം ആരാധനക്രമത്തിനിടയിൽ വായിക്കത്തക്ക വിധത്തിലാണ് ഈ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. 2 വർഷത്തിനിടയിൽ നമ്മുടെ ഈ രക്ഷാകര ചരിത്രം മുഴുവനും ഈ ആരാധനക്രമങ്ങൾക്കിടയിൽ വായിക്കത്തക്ക വിധത്തിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ പുസ്തകം 1, 2, 3, 4 അതിൻ്റെതായ പ്രത്യേകത
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവ്യബലിയിൽ പ്രതീകങ്ങളും പ്രാർത്ഥനകളുടെ കാര്യങ്ങളും പുസ്തകത്തിലുണ്ട്. അത് നല്ലോണം ഒന്ന് വായിക്കണം. കച്ചമാർ ഉപയോഗിക്കുന്ന പ്രധാന ബുക്കുകൾ പുസ്തകത്തിലുണ്ട്. അതൊന്ന് കാണണം. അത്യാവശ്യം വേണ്ട അറിവ് ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, വളരെ നീണ്ട, വളരെ അടിസ്ഥാന ബോധ്യം ഉണ്ടാകേണ്ട ഒരു പാഠമായതുകൊണ്ടാണ് ഞാൻ ഇത്ര ദീർഘമായി ഇതെടുത്തത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കും. പ്രധാനപ്പെട്ട കാര്യം, വളരെ നീണ്ട വർഷത്തെ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും പരിശീലനത്തിനും ഒരുക്കത്തിനു ശേഷമാണ് സഭ ഈ ആരാധനക്രമം ക്രമീകരിച്ചിരിക്കുന്നത്, ആരാധന മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. അത് അഭിമാനമായിരിക്കണം. ആരാധനക്രമത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഓരോ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഈ ആരാധനക്രമത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു അഭിമാനം ഉണ്ടാവണം, ഒരു സന്തോഷം ഉണ്ടാവണം. നീണ്ട ഒരു പാരമ്പര്യത്തിലും ചരിത്രത്തിലും പങ്കാളികളാകുന്ന ഒരു അവബോധം ഉണ്ടാവണം. യേശുവിന്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ പീഡാസകനത്തിലും മരണത്തിലും ഉദ്ധാനത്തിലും പങ്കാളികളായിക്കൊണ്ട് അതൊരു ആഘോഷമാക്കുവാൻ, അതൊരു അനുഭവമാക്കുവാൻ, അതൊരു പ്രഖ്യാപനമാക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ആരാധനക്രമം അല്ലെങ്കിൽ ആരാധന എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു അനുഭവമായി മാറും. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ പാഠം നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ഇത് ചാനലിൽ കാണണം, പഠിക്കണം എന്ന് സ്നേഹപൂർവ്വം ഇത്ര നേരം ശ്രമിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകൾ വെച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, തിരുസഭയുടെ ഈ വലിയ ആരാധനാക്രമ ശുശ്രൂഷയിൽ ഞങ്ങളെ പങ്കാളികളാക്കുന്നതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ രക്ഷാകര രഹസ്യങ്ങളിൽ, അവിടുത്തെ പീഡാസഹനവും മരണവും ഉദ്ധാനവുമാകുന്ന പെസഹ രഹസ്യങ്ങളിലുള്ള ഞങ്ങളുടെ ആഘോഷവും ഞങ്ങളുടെ അനുഭവവും ഞങ്ങളുടെ പ്രഖ്യാപനവുമായി ജീവിക്കുവാൻ കൃപയരുളണം. എന്നും എപ്പോഴും സഭയുടെ ഈ ആരാധനാക്രമ ശുശ്രൂഷയോട് പരിപൂർണമായ വിശ്വാസത്തോടും വിധേയത്വത്തോടും കൂടി പങ്കുചേരുവാൻ കൃപയരുളണം. സഭാ സമൂഹത്തോട് ചേർന്ന് അങ്ങയെ ആരാധിക്കുവാനും അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.